ഈ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് മൊഡ്യൂൾ 1 കുറച്ച് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ കളക്ഷനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുന്നത്, ഇതെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് അലൗസ് ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇനി എന്താണ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റാണ് നമ്മുടെ വേൾഡ്സ് ലാർജസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് നമ്മുടെ മില്യൺസ് ഓഫ് ഡിവൈസസ്, ഈ ലോകത്തുള്ള എല്ലാ ഡിവൈസസിനെയും ഒരു സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ റൂൾസ്, അതിനാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് ദ ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണെന്ന് വിചാരിക്കാം. അത് ഡയറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കായിരിക്കില്ലല്ലോ പോകുന്നത്. അത് പോസ്റ്റ് ഓഫീസിലെത്തണം, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം, അവിടുന്ന് അയാളുടെ വീട്ടിലേക്ക് എത്തണം. അങ്ങനെ ട്രാവൽ ചെയ്തല്ലേ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ഓപ്പൺ ആക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ റിക്വസ്റ്റ് പല റൂട്ടറിലൂടെ ട്രാവൽ ചെയ്തിട്ടായിരിക്കും യൂട്യൂബിൻ്റെ സെർവറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സഹായിക്കുന്നതാണ് ഇൻ്റർനെറ്റ്. അതിൻ്റെ ഒരു ഡയഗ്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൽ നിന്ന് വൈഫൈ റൂട്ടറിലേക്ക് ആദ്യമേ പോകും. അവിടുന്ന് ഇൻ്റർനെറ്റിലേക്ക് ചെന്നിട്ടാണ് നമ്മുടെ സെർവറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ആകുന്നത്. ഇനി കോമ്പോണൻറ്റ്സ് ഓഫ് ദ ഇൻ്റർനെറ്റ്. ഒന്നാമത്തത് എൻഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഹോസ്റ്റ്. ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, ഡെസ്ക്ടോപ്പ് എക്സെട്ര. ഇനി എന്താണ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്? ഡിവൈസസിനെ കണക്ട് ചെയ്യുന്നതാണ് ലിങ്ക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വൈഫൈ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾ, ഇഥർനെറ്റ്, ഇതെല്ലാമാണ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്. ഇനി എന്താണ് റൂട്ടർ? ഈ റൂട്ടേഴ്സാണ് നമ്മുടെ നമ്മുടെ ഡേറ്റാസിനെ പാക്കറ്റ്സ് ആക്കിയിട്ട് ഒരു നെറ്റ്വർക്കിൽ നിന്ന് അനദർ നെറ്റ്വർക്കിലേക്ക് ട്രാവൽ ചെയ്യിക്കുന്നത്. ഈ റൂട്ടേഴ്സ് എന്ത് ചെയ്യും? ഏറ്റവും നല്ല പാത്ത് ഏതാണെന്ന് ചൂസ് ചെയ്ത് ആ പാത്തിലൂടെ ആയിരിക്കും നമ്മുടെ ഡേറ്റയെ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലാപ്ടോപ്പിലൂടെ സെർച്ച് ചെയ്യുന്നു, അത് റൂട്ടറിലേക്ക് ആ കണക്ഷൻ പോകുന്നു, അവിടുന്ന് ഇൻ്റർനെറ്റിലേക്ക് ചെല്ലുന്നു, പിന്നെയാണ് ഗൂഗിളിലേക്ക് എത്തുന്നത്. ഇനി ISP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് തരുന്ന ആളാണ് ISP. ഇപ്പം നമ്മുടെ ഫോണിലുള്ള ഓരോരോ നമ്മൾ മൊബൈൽ ഫോണൊക്കെ റീചാർജ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ ജിയോ, എയർടെൽ, BSNL, ഏഷ്യാനെറ്റ്, ഇതെല്ലാമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിൽ. ഇനി എന്താണ് ഡേറ്റ ട്രാൻസ്മിഷൻ? ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഓരോരോ പാക്കറ്റായിട്ടാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഹ്യൂജ് ഫയൽ സെൻഡ് ചെയ്യുന്നതിന് പകരം അത് ഓരോരോ പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പാക്കറ്റ്സിനായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഒരു 500 പേജിൻ്റെ ഒരു ബുക്ക് സെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അത് ഒറ്റ ജയൻറ്റ് പാക്കേജായിട്ട് സെൻഡ് ചെയ്യാതെ അതിനെ 15 സ്മോളർ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഈച്ച് ബോക്സിനെ ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ലാസ്റ്റ് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അത് റീഅസംബിൾ ചെയ്ത് ഒറിജിനൽ എങ്ങനെയാണോ നമ്മുടെ 500 പേജിൻ്റെ ബുക്ക് ആദ്യമേ എങ്ങനെയായിരുന്നു വരുന്നത്, അതേപോലെ ആയിട്ടായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്നത്. പക്ഷേ ട്രാവൽ ചെയ്യാൻ നേരത്ത് എന്താണ്? അത് സ്മോളർ പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയഗ്രാം, നമ്മൾ ഫയൽ സെൻഡ് ചെയ്യുന്നു, അതിനെ നമ്മൾ 4 പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ ഇൻ്റർനെറ്റിലേക്ക് ചെല്ലുന്നു, ഇൻ്റർനെറ്റിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ഒറിജിനൽ ഫയലായിട്ട് മാറുന്നു. ഇനി എന്താണ് പ്രോട്ടോക്കോൾ? നമ്മുടെ ഡിവൈസ് ഒരു ഇൻ്റർനെറ്റിലൂടെ കണക്ട് ചെയ്യുമ്പോൾ അത് പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാളോട് ഹലോ എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചെന്ത് പറയും? ഹായ് എന്ന് പറയും. അപ്പം അവർ ആ കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്തുകൊണ്ടല്ലേ നമുക്കത് കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ട് തിരിച്ചു കിട്ടിയത്. അതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിനോട് നമുക്ക് ഗൂഗിൾ വേണം എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ വെബ് പേജിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നുണ്ട്.
ഇപ്പോൾ അവിടെ കണക്ഷൻ ഇല്ല, ഈ പ്രോട്ടോക്കോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചോദിക്കുമ്പോൾ നമുക്ക് യൂട്യൂബ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ റിലയബിൾ ആയിരിക്കില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ റിലയബിൾ ആക്കാനൊക്കെ കൂടിയിട്ടാണ് എന്തുള്ളത്, നമ്മുടെ പ്രോട്ടോക്കോൾസ് ഉള്ളത്. ഇനി എന്തിനാണ് പ്രോട്ടോക്കോൾസ്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടോക്കോൾസ് ഇല്ലെങ്കിൽ ഡിവൈസിന് നമുക്കും ഡിവൈസിനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ ഡേറ്റ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ അൺറിലയബിൾ ആകും. ഇനി പ്രോട്ടോക്കോൾസിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം HTTP വെബ് ബ്രൗസിംഗ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ സെക്യൂർ വെബ് ബ്രൗസിംഗ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, HTTPS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി FTP എന്തിനുള്ളതാണ്, ഫയൽ ട്രാൻസ്ഫർ. അങ്ങനെ കുറച്ച് എന്നോട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റയെ നമ്മൾ പാക്കറ്റൊക്കെ ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നതെന്ന്. അപ്പം ഈ ലെയേഴ്സൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്, അതാണ് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു പാർസൽ സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓരോ ആൾക്കാരും ഓരോരോ ടാസ്ക് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ലെറ്റർ എഴുതുന്നത് ഇപ്പോൾ ഞാനാണെന്ന് വിചാരിക്കുക. ഞാനൊരു ലെറ്റർ എഴുതി, ഞാനതിനെ പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടു. അവിടുന്ന് അതെടുക്കുന്ന അടുത്ത ആൾ, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേറൊരാൾ, ഡെലിവർ ചെയ്യുന്നത് വേറൊരാൾ. അങ്ങനെ ഒരു പേഴ്സൺ അല്ല എല്ലാ കാര്യവും ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും സെപ്പറേറ്റ്ലി ഒരു ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. ഈച്ച് ലെയറിന് ഓരോ സ്പെസിഫിക് ജോബും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും, കമ്മ്യൂണിക്കേഷൻ റിലയബിളും ആയിരിക്കും, കൺഫ്യൂസിങ് ഒന്നും ആയിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരാൾ തന്നെ ചെയ്യുവാണെങ്കിൽ അവിടെ താമസം വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും, കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഇനി പ്രോട്ടോക്കോൾ ലെയറിങ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ സെപ്പറേറ്റ് ലെയേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓരോ ലെയേഴ്സ് ഓരോ സ്പെസിഫിക് ഫങ്ഷൻ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ആ പെർഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോക്കോൾ ലെയറിംഗ് എന്ന് പറയുന്നത്. ഇനി TCP അല്ലെങ്കിൽ IP മോഡൽ, അതിന് ഒരു 5 ലെയേഴ്സ് ഉണ്ട്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റത്തെ ലെയർ. അപ്പോൾ അത് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്കാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, അങ്ങനെ ഓരോരോ ലെയേഴ്സിനെ പറ്റിയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.